2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിച്ച് വോട്ട് മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു. ന്യൂഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ തട്ടിപ്പുകളും കൃത്രിമങ്ങളും നടന്നതിന് തെളിവായാണ് അദ്ദേഹം അവകാശപ്പെടുന്ന വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ വ്യാജ വോട്ടർമാർ തന്നെയാണ്. ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ 25,41,000 വ്യാജ എൻട്രികളുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. ഇത് സംസ്ഥാനത്തെ 8-ൽ 1 വോട്ടർ എന്നുള്ള നിലയിൽ വ്യാജമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റായ് മണ്ഡലിലെ 10 പോളിംഗ് ബൂത്തുകളിൽ ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം 22 തവണ ഉപയോഗിച്ചതിന് തെളിവുകളുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ, അസാധുവായ വിലാസങ്ങൾ, ഒരേ വ്യക്തി പലതവണ വോട്ട് രേഖപ്പെടുത്തിയ സംഭവങ്ങൾ എന്നിവയും അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന് വൻ വിജയം ലഭിക്കേണ്ടിടത്ത് അത് പരാജയത്തിലേക്ക് മാറ്റാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓപ്പറേഷൻ സർക്കാർ ചോരി എന്ന പേരിൽ പ്രവർത്തിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും മറ്റ് 2 കമ്മീഷണർമാരും ബി.ജെ.പിയുമായി ഒത്തുകളിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പങ്കാളിത്തത്തിലാണ് എന്നും രാഹുൽ ഗാന്ധി പറയുകയാണ്. പോസ്റ്റൽ ബാലറ്റിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചിട്ടും തെരഞ്ഞെടുപ്പിൽ തോറ്റത് അത്ഭുതപൂർവമായ പൊരുത്തക്കേടാണ് എന്നും അദ്ദേഹം പറയുകയാണ്. ഭവനരഹിതമായ വോട്ടർമാർക്കായി വീട് നമ്പർ 0 എൻട്രികൾ ന്യായീകരിച്ചതിലൂടെ CEC പൊതുജനങ്ങളോട് കള്ളം പറഞ്ഞു എന്നും ഇത് വ്യാജ രജിസ്ട്രേഷനുകൾ മറച്ചുവെക്കാനാണ് എന്നും രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നുണ്ട്. ബി.ജെ.പിയുമായി ബന്ധമുള്ള ആയിരക്കണക്കിന് വോട്ടർമാർ ഉത്തർപ്രദേശിലും ഹരിയാനയിലും വോട്ട് രേഖപ്പെടുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ വോട്ട് മോഷണ മാതൃക ഇപ്പോൾ ബീഹാറിലും പ്രയോഗിക്കുന്നുണ്ട് എന്നും കർണാടകയിലെ മഹാദേവപുര, ആനന്ദ് മണ്ഡലങ്ങളിൽ ഇത് മുമ്പും ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യം കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ രാഹുൽ കൃത്രിമം എളുപ്പമാക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ സംവിധാനത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുകയാണ്. ഹരിയാന വോട്ടർ പട്ടികയ്ക്കെതിരെ ഔദ്യോഗികമായി പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നും പോളിംഗ് സമയത്ത് കോൺഗ്രസ് ബൂത്ത് ഏജന്റുമാർ എന്തുകൊണ്ടാണ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടാതിരുന്നത് എന്നും കമ്മീഷൻ ചോദിക്കുകയായിരുന്നു. 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 48 സീറ്റും കോൺഗ്രസ് 37 സീറ്റും INLD 2 സീറ്റും സ്വതന്ത്രൻ 3 സീറ്റുകളുമാണ് നേടിയിട്ടുണ്ടായിരുന്നത്.